കുത്തിട്ട് മാണിക്കക്കല്ലിന്റെ കമ്മലിടും നേരം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് നിഖിൽ. അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ എടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എന്തായാലും എടുക്കാം. ഇപ്പം ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തായാലും ഒരു മെമ്മറബിൾ ആയിട്ട് ഇരിക്കണം എന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു ഇത് എന്തായാലും ഒരു വീഡിയോ ആക്കി ക്യാപ്ചർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ നോനൂസ്. അപ്പോൾ എല്ലാവരും കുറേ പേര് ഇപ്പോൾ കുറേ ന്യൂ മെമ്പേഴ്സൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഞാൻ പറയാം, എൻ്റെ സെക്കൻഡ് ബേബി ആട്ടോ നോനൂസ്. അപ്പോൾ നോനൂസിന് ഇപ്പോൾ 6 മാസമായിട്ടുണ്ട്. അപ്പോൾ 6 മാസമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ നോനൂനൊരു പെൺകുട്ടി ആക്കാമെന്ന്, അതായത് ഒരു കമ്മലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു, കാത് കുത്താന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നോനുവിന്റെ കാതുകുത്തലാണ്. ഇത് പിടിച്ചോളി ചേട്ടൻ, കാതുകുത്ത് കല്യാണത്തിന് പോകുന്നേ. അപ്പൊ നോനു ഇന്ന് കാത് കുത്താൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് വേണ്ടിയാണ് ഈ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കണ കേട്ടാ. ഇനി ഇവിടെ ചിരിച്ചുകൊണ്ട് പോകുന്ന നോനു ഇനി കരഞ്ഞുകൊണ്ട് വരുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സിംഗപ്പെണ്ണാണ് അവള്, സിംഗപ്പെണ്ണ്. ഇപ്പൊ കരഞ്ഞിട്ട് വരട്ടെ നമ്മുടെ സിംഗപ്പെണ്ണ്. അപ്പൊ ഞങ്ങൾ കാത് കുത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ അടുത്തുള്ള ചുങ്കത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ സൺഡേ ആണ്. അപ്പൊ ഞങ്ങൾ ഉറക്കിയിട്ടാ പോകുന്നൊക്കെ കേട്ടോ. കാരണം എന്താ വെച്ചാല് അവനും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഇവിടെ എന്തായാലും കരയും. അപ്പൊ പിന്നെ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക്. അപ്പൊ അതെ, അത് കാരണമാണ്. അപ്പൊ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോന്റെ ഇടയിൽ ഒരു സർപ്രൈസ് ഉണ്ട്, ഇല്ലേ ചേട്ടാ? എനിക്കൊരു സർപ്രൈസ് ആവും തോന്നുന്നുണ്ട്. അത് വലിയ സർപ്രൈസ് ഒന്നല്ല. അതെ, കിച്ചുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇതുവരെ കിച്ചുവിന് ഗിഫ്റ്റ് മേടിക്കാൻ പോവാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അവൾക്ക് ഒരു കുഞ്ഞൊരു ഗിഫ്റ്റ് വേണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ല, പറഞ്ഞിട്ടെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചപ്പോ അവൾക്ക് ഒരു കുഞ്ഞു സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ മേടിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ പിന്നെ ഈ വീഡിയോ ആക്ച്വലി നമുക്കൊരു നല്ലൊരു മെമ്മറബിൾ വീഡിയോ ആണ്, എല്ലാവരും എടുത്തു വെക്കുന്ന ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പൊ അത് കാരണം ഞങ്ങളിത് ക്യാപ്ചർ ചെയ്യണം എന്ന് വിചാരിച്ചത്. പിന്നെ നോന് കുറച്ച് വലുതായിട്ടുണ്ട്, അതിപ്പോ നിങ്ങൾക്ക് കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ അതൊക്കെയാണ്. പിന്നെ നോനുവിനെ കുറെ നാളായില്ലേ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ട്. അതെ, തീരെ കുഞ്ഞിൽ കണ്ടതല്ലേ. അപ്പൊ ഇത് വലുതായിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ കണ്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഇനി കാണാം. ഓക്കെ. അപ്പൊ അതേ നമ്മൾ ചുങ്കത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കമ്മലും അതുപോലെ തന്നെ ആ സർപ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് മൂക്കുത്തി ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ ആ ഒരു മൂക്കുത്തിയും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ആദ്യത്തെ ആ ഒരു ട്വിസ്റ്റ് മനസ്സിലാക്കുന്നത്. ഇന്ന് സൺഡേ ആണ്. സൺഡേ അവിടെ തട്ടാൻ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കമ്മലും മൂക്കുത്തിയും പർച്ചേസ് ചെയ്ത് വെക്കാം, എന്നിട്ട് നെക്സ്റ്റ് ഡേ വന്നിട്ട് കാത് കുത്താന്ന്. അപ്പോൾ അതിൻ്റെ തിരക്കിട്ട പർച്ചേസിങ്ങിലായിരുന്നു. അപ്പോൾ എൻ്റെ മൂക്കുത്തി ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നോനുവിൻ്റെ 2 കമ്മൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പതുക്കെ അതിൻ്റെ ഇടയിൽ കൂടെ മൂക്കുത്തിക്ക് മാച്ച് ആയിട്ടുള്ള പോലത്തെ ഒരു കമ്മലാണ്. അപ്പോൾ മാറ്റി മറിച്ച് ഇടാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കമ്മൽ ഇതൊക്കെ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ബില്ലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ല നീണ്ട ബില്ലായിരുന്നു. അപ്പോൾ ബില്ലിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിവിടെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ നോനുവിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇനിയിപ്പോൾ നാളെ കാത് കുത്തുമ്പോൾ എന്തായിരിക്കും അറിയില്ല. ഇപ്പോൾ ഹാപ്പി ആയിട്ട് പുതിയ കമ്മലൊക്കെ കിട്ടിയതിൻ്റെ ഒരു ഇതിലിരിക്കുന്നുണ്ട് ആള്. അപ്പം അങ്ങനെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വീടെത്തി. നോനിനെ നോക്കിയേ, കാതൊന്നും കുത്താണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് തട്ടാനുണ്ടായില്ല. ഒരു ദിവസം കൂടെ അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് കാരണം ഇന്ന് നടന്നില്ല നമ്മുടെ ഇത്. ചേട്ടാ ഉറക്കത്തിലായിരുന്നു പറഞ്ഞില്ലേ, അവളെ എണീറ്റിട്ടോടെ ഇരിക്കുന്നുണ്ട്. അനിയത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? അപ്പൊ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് നിഖിൽ ചേട്ടനൊരു നോസ് പിൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഈ നോസ് പിൻ എന്റെ മാത്രം ഗിഫ്റ്റ് അല്ല കേട്ടോ, ഞാനും പപ്പിയും കൂടെ ഹാഫ് ആണ് ചെയ്തേക്കണേ. പിന്നെ ഞങ്ങളിപ്പോ കമ്മല് കുത്താൻ പറ്റിയില്ലെങ്കിൽ കമ്മൽ എടുത്തോൾക്ക്. ഇപ്പൊ നാളെ ജസ്റ്റ് പോയി കുത്താൻ വേണ്ടിയില്ലേ, അത് ജസ്റ്റ് കാണിച്ചു തരാം. ശരി, ഈ നടുവിലത്തെ ഇല്ല കേട്ടോ. നടുവിലത്തെ എൻ്റെ മുന്നത്തെ നോസ് പിന്നാണ്. ഇത് രണ്ടുമാണ് നോനുവിൻ്റെ കമ്മല്. ഇതിന്റെ ഈ ഒരു ഏകദേശം ഈ ഒരു നോസ് പിന്നിന്റെ വേറൊരു ഡിസൈൻ നമുക്ക് ഇടയ്ക്ക് എനിക്ക് മാറ്റിയൊക്കെ ഇടാം.
അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് നാളെ നമുക്ക് കാണാം. അപ്പൊ നാളെയും കൂടെ നിങ്ങള് വീഡിയോ കാണേണ്ടി വരും. നോണിന്റെ കമ്മലേക്ക് തയ്യാ ഞാനൊരു കാതുകുത്തണേ ഒരു കമ്മലി കാത് വെച്ചേക്ക. എന്നിട്ട് അത് അപ്പൊ നോനോന് നമുക്ക് നാളെ വേറൊരു ഡ്രസ്സിലും കൂടെ കാണാം. വേറെ ഡ്രസ്സിലും കൂടെ വെറും സ്നേഹം മാത്രം. എങ്ങനെ വിളിക്കാനോ? ഞാനെങ്ങനെ വിളിക്കാം? നോനുവിനെ വിളിക്കാം. നോനുമണി ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാ. നമ്മള് സെക്കൻഡ് ഡേ ആയി. ഒരു വീക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച കേട്ടാ. നമുക്ക് അതിനായിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. ഇറങ്ങാൻ പറ്റിയ സമയത്ത് നമുക്ക് കടയിൽ ഭയങ്കര റഷുള്ളൊരു സമയമാണ്. അപ്പം ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയ കാരണം അവസാനം ഞങ്ങൾ ഇന്ന് എന്തായാലും സമയം കണ്ടെത്തിച്ചിട്ട് ഇവിടെ ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടാണ്ടാ നമ്മളില് കുറച്ച് കമ്മല് വാങ്ങിച്ചിരിക്കണു. അപ്പൊ അത് ഇപ്പൊ ചിരിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് അറിഞ്ഞോണ്ട് വരും കേട്ടാ. അല്ല നോനു നോനെങ്ങനെ ദേഷ്യം വരുമ്പോ ദേഷ്യം വരുമ്പോ മൂക്കൊണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് കൊണ്ടുപോയിട്ട് കാതൊന്ന് കുത്തട്ടെ. എങ്ങനെയാന്ന് അറിയില്ല. ഗൺഷോട്ടാണോ അതോ ഗൺഷോട്ടായ മതിയായിരുന്നു. മറ്റേ തട്ടാന സംഭവമാണെങ്കിൽ നോന് പെടും. അല്ല നോനു ഗൺഷോട്ടായാ മതിയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസ്, അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അടുത്ത ടിസ്റ്റ് മനസ്സിലാക്കുന്നത്. അവിടെ ഗൺ ഷോട്ട് ഇല്ല, തട്ടാൻ ഡയറക്റ്റ് നമ്മുടെ കാത് കുത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി. കാരണം നോനു നല്ല അലമ്പായിരിക്കുമെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. അപ്പോൾ ആളിപ്പം തന്നെ ഒരു ഡിസ്റ്റർബ്ഡ് ആണ്. തട്ടാൻ വന്ന് മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കരച്ചിൽ ബഹളമാണ്. പിന്നെ ഞങ്ങളപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് തന്നെ എന്തോ സങ്കടമായി. ഞങ്ങൾ പിന്നെ ഒരു കാത് നിങ്ങൾ കണ്ടില്ലേ കുത്തണതാണ്. പിന്നെ ഞങ്ങൾ അടുത്ത കാതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം അവൾ അത്രയ്ക്ക് വാശിയായി. അപ്പം അങ്ങനെയാണ് നോനുവിൻ്റെ കാതുകുത്തായിരുന്നത്. നമ്മുടെ മനസ്സ് തുറക്കുകയാണ്. അവള് സങ്കടങ്ങൾ പറയാണ്. പറഞ്ഞോ എന്തിന്റെ ചേട്ടൻ കാണിച്ച്? പിന്നെ കഞ്ഞി നിങ്ങൾ കണ്ടോ? നാട്ടുകാരല്ല മാളൂര് എന്റെ കാത് കുത്തിയോ ചേട്ടൻ? കണ്ടോ? ഞങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല. വിഷമായിട്ട് പോയിരുന്നു. കാരണം ഗൺ ഷോട്ട് അല്ലായിരുന്നു, ഇറക്കണ പരിപാടിയായിരുന്നു. പാവം നല്ല വിഷമായി. പിന്നെ ഒരു റൂമിന്റെ അകത്ത് വെച്ചിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് എടുത്തത്. അപ്പൊ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കാനും പറ്റിയില്ല. പിന്നെ എടുക്കാനും നല്ല വിഷമമുണ്ടായിരുന്നു. കുറച്ച് എടുക്കാൻ പറ്റിയതാണ് ഞങ്ങളിപ്പോ കാണിച്ചത്. നിങ്ങളെ ഒട്ടും പറ്റണില്ല. പിന്നെ എടുത്തില്ല. നോനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ക്ലോസ് അപ്പ് ആയിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ വീടെത്തിരിക്കാട്ടാ നോനു. എല്ലാവരുടെയും നോനു നോക്കിയേ, ഒന്ന് വെളിച്ചത്ത് തന്നെ കമ്മലിട്ടിട്ട് എല്ലാവരും കാണട്ടെ. യെസ്, ഞങ്ങളുടെ നോനു അങ്ങനെ പെൺകുട്ടിയായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നോനു ഈസ് ഗോയിങ് ടു സീ ഹെർ ഗ്രാൻഡ് പാരൻസ്. ചിരി വന്നു. എന്തേ പപ്പേ ഒന്നും പറയാത്ത? നല്ല കാര്യത്തിലായിരുന്നു. മറ്റോണം കുത്തല്ലായിരുന്നു, കുത്തി വലിയ ആളായല്ലേ. പാപ്പാപ്പിനൊന്നും വേണ്ടല്ലേ. വിശേഷങ്ങൾ പറയാനുണ്ട്. അയാൾ ഒറ്റ കുത്തു കുത്തി. വിശേഷങ്ങൾ പറയ്. ലിഞ്ചമ്മ നല്ല കോലത്തിൽ വരുന്നുണ്ട് വീഡിയോയില്. മമ്മീനെ പറഞ്ഞു കഞ്ഞോ ശാരില്ല. പോട്ടെ ശാരി വാ. അങ്ങനെ നോനുവിന്റെ കാതുകുത്ത് കല്യാണം. സ്പെഷ്യൽ